ഇന്ന് നമുക്ക് കുറുന്തോട്ടി പറിക്കാൻ പോകാവേ. എന്നിട്ട് ഈ കുറുന്തോട്ടിയുടെ ഇല ഉപയോഗിച്ച് നല്ലൊരു താളി ഉണ്ടാക്കാം. ഈ താളിയുടെ ഗുണങ്ങളാണോ ഒരുപാട്. അതുകൊണ്ട് എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമോ. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമോ. നമുക്ക് കുറുന്തോട്ടി പറിക്കാൻ പോകാവേ. ഇത് കണ്ടോ, ഞാനിവിടെ കുറച്ച് കുറുന്തോട്ടി നല്ല കുറുന്തോട്ടിയുണ്ട്. പണ്ടൊക്കെ ഒരുപാട് നാട്ടും പ്രദേശങ്ങളിൽ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഒരുപാട് കുറുന്തോട്ടി ഇങ്ങനെ കാണുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ കുറുന്തോട്ടികളൊന്നും അങ്ങനെ കാണുന്നില്ല. കണ്ട കുറുന്തോട്ടിയാണെങ്കിലോ കയ്യോടെ പറിച്ചുള്ളൂ കേട്ടോ. പക്ഷേ ഇപ്പോൾ ഈ മഴക്കാലമായതുകൊണ്ട് ഇതിൻ്റെ ഇലകളൊക്കെ കണ്ടില്ലേ, നല്ല പച്ച കളർ. ഇതിൻ്റെ ഇലകൾക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ചെറിയ ചെറിയ ഇലകളാണ്. അപ്പം ഇലകളായിട്ട് നമുക്ക് പറിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ചോടോടെ പറിക്കണം. എന്താണെങ്കിലും ഇതിൻ്റെ ഇലയും വേരും അതുപോലെ തന്നെ ഇതിൻ്റെ കമ്പ് പോലെയില്ലേ, അതെല്ലാം ഔഷധ ഗുണമുള്ളതാണ്. ഇതിൻ്റെ ഒന്നും കളയാനില്ല. പൂർണ്ണമായിട്ട് നമുക്ക് നല്ല ധൈര്യത്തോടു കൂടി ഉപയോഗിക്കാം. കുറുന്തോട്ടി ഉപയോഗിക്കാത്ത കഷായമില്ല. അത് പറഞ്ഞതുപോലെ കുറുന്തോട്ടിയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഗുണമാണ്. നമുക്ക് വീട്ടിൽ തന്നെ കുറുന്തോട്ടി ഉപയോഗിച്ച് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചെറിയ ചെറിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ കുറുന്തോട്ടിയുടെ ഇല ഉപയോഗിച്ച് നല്ലൊരു താളി ഉണ്ടാക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്ത്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ കുറുന്തോട്ടി നമുക്ക് കുറച്ച് പറിച്ചിരിക്കണം. കാരണം ഇപ്പോഴാണെങ്കിലും നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറുന്തോട്ടി നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വലിച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് വരും. കാരണം ഇതിൽ സംസ്കൃതത്തിൽ ബല എന്നൊക്കെയാണല്ലോ പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് നല്ലൊരു ബലം തന്നെയുണ്ട്. അതായത് പറിക്കുമ്പോൾ ഭയങ്കര ശക്തിയാണ് ഇതിന്. അതായത് ഇതിൻ്റെ വേരുകൾക്കൊക്കെയാണ്. അതുപോലെ തന്നെ ഈ കുറുന്തോട്ടി കണ്ട ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ചെറിയ ചെറിയ കുറുന്തോട്ടിയുണ്ട്. പക്ഷേ ഇത് കുറ്റിച്ചെടിയാണല്ലോ, ഇത് ഇത്രയൊക്കെ അങ്ങനെ വളരുള്ളൂ. എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് വലിയ കുറുന്തോട്ടിയായിട്ടും കാണാം കേട്ടോ. എന്താണെങ്കിലും നോക്കട്ടെ, ഇവിടെ കുറുന്തോട്ടി ഇവിടെ ഉണ്ടല്ലോ. ഇത് കണ്ടല്ലോ. എന്തായാലും കുറച്ച് നല്ലോണം പറിച്ചെടുക്കാം കേട്ടോ. കുറുന്തോട്ടി പറിക്കാൻ വന്നതല്ല, അപ്പോൾ എന്താണ് നമുക്ക് വിട്ട് കളയണ്ട. കാരണം ഇത് നമുക്ക് ഇലകളൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും നാശാവത്തില്ല. കാരണം നമുക്കിത് ഇലകൾ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അതുപോലെ തന്നെ താളിയായിട്ട് കുറച്ച് ദിവസങ്ങളിലൊക്കെ ഉപയോഗിക്കാം. ഇത് കണ്ടില്ലേ കുറുന്തോട്ടിയുടെ. ഇതിനൊരു മഞ്ഞ പൂക്കളുണ്ടാവും കേട്ടോ. ഇത് പൂവിടാൻ സമയമായിട്ടില്ല. ഏകദേശം ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴാണ് കുറുന്തോട്ടി പറിക്കാൻ വേണ്ടിയിട്ട് ആളുകളിങ്ങനെ നടക്കുന്നത്. കാരണം ഇപ്പോൾ ഈ മഴയായതുകൊണ്ട് അങ്ങനെ അങ്ങ് ആൾക്കാർ വരുന്നില്ല. ഇത് കണ്ടോ, കുറുന്തോട്ടിയുടെ വേര് കണ്ടില്ല. ഈ വേര് മതി, നല്ല ഔഷധ ഗുണമുള്ള ഒരു വേരാണ് കേട്ടോ. അത് ആയുർവേദ കടകളിലൊക്കെ കണ്ടില്ലേ കുറുന്തോട്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നത്. നല്ല വിലയും കിട്ടും കേട്ടോ. നല്ലൊരു വിലയുള്ള കുറുന്തോട്ടി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ തന്നെയുണ്ട്. ഇപ്പം കഴിഞ്ഞ ഒരു ദിവസം തന്നെ ഞാനൊരു വായിച്ചിരിക്കുന്നതാണ്. അതായത് കുറുന്തോട്ടി 3 ഏക്കറോളം കൃഷി ചെയ്തിട്ട് നല്ല വരുമാനം നേടുന്നു. ഇത് ഇത്രയും കുറുന്തോട്ടി ഞാനിതാ പറിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാം ഇതിൻ്റെ ഔഷധ ഗുണമാണ്. കണ്ടില്ല, തണ്ടും അതുപോലെ തന്നെ ഇല, അതുപോലെ തന്നെ വേരുകൾ എല്ലാം ഉണ്ട്. എല്ലാം നല്ല ഔഷധ ഗുണമുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ കുറുന്തോട്ടിയുടെ. ചില സ്ഥലങ്ങളിൽ ഇപ്പോഴില്ല, എന്നാലും നാട്ടിൻപുറങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും കുറുന്തോട്ടിയുണ്ട്. പക്ഷേ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതുണ്ടോ, ഇത് കണ്ടോ, ചിലവർ ഇതിനെ കുറുന്തോട്ടി, പക്ഷേ ഇത് കുറുന്തോട്ടി അല്ല കേട്ടോ. ഇതിനെ നമ്മൾ ചൂലായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിനൊരു മഞ്ഞപ്പൂ ഉണ്ടാവും. ഇതിൻ്റെ കായൊക്കെയാണ്. ഇതിന് കായ വീണ് ഇത് മുളയ്ക്കും. ഇത് ശരിക്കും ചൂലിന് വേണ്ടിയായിട്ട് ഉപയോഗിക്കുന്നത്. നല്ല ഉറപ്പാണ് ചൂലിന്. അതായത് ചൂല് ഇങ്ങനെ കെട്ടിയിട്ട് നമുക്ക് മുറ്റമൊക്കെ അടിക്കാൻ നല്ല ബെസ്റ്റ് സാധനങ്ങളാണ് കേട്ടോ. ഒരു ചൂല് തന്നെ ഒരു 2-3 മാസം നിൽക്കും കേട്ടോ. ഇതിൻ്റെ തണ്ടിനൊക്കെ നല്ല. പക്ഷെ ഇതൊന്നും മൂപ്പായിട്ടില്ല. ഡിസംബർ മാസത്തോടു കൂടി മാത്രമാണ് ഇതിനെ നമുക്ക് വെട്ടാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് മൂപ്പാവാത്ത ഒരു കുറുന്തോട്ടിയുടെ വേറൊരു വെറൈറ്റിയാണ്. ഇതിന് മരുന്നുകൾക്കൊന്നും ഇതെടുക്കാൻ പറ്റില്ല. നമ്മുടെ ഇതാണ് ഒറിജിനൽ കുറുന്തോട്ടി എന്ന് പറയുന്ന സാധനം. കണ്ടില്ലേ ഈ ഒരു കുറുന്തോട്ടി. ഇതിൻ്റെ ഇലകൾ കണ്ട നല്ല പച്ചപ്പ്. ഈ ഒരു മഴക്കാലത്ത് മാത്രമാണ് ഇതിൻ്റെ ഇലകൾക്ക് ഇത്ര പച്ചപ്പ്. ഇത് ഇത്രയും ചില സ്ഥലങ്ങളിലെ കുറുന്തോട്ടിയുടെ ഇല ഇതിനേക്കാളും ചെറിയതായിരിക്കും. അതായത് ചെറുതായിരിക്കും. മൂപ്പ് കൂടുന്തോറും ഈ ചെടികളുടെ ഇലകൾ ഇങ്ങനെ ചെറുതായിട്ട് വരും. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, പൂവായിട്ടില്ല. പൂവാകാൻ സമയം ആകുന്നതേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഞാൻ പറിച്ചെടുത്ത കുറുന്തോട്ടിയാണ് ഇത് കേട്ടോ. ഇതിൻ്റെ വേര് കണ്ടില്ലേ, നല്ല ബലമാണ് കേട്ടോ. അതിൻ്റെ ഇത് നല്ല എന്താ പറയണ്ടത്, ഇതുണ്ടാവും. ഇതിൻ്റെ വേരുകൾ കണ്ടില്ലേ, ഈ വേരുകൾ ഇതെല്ലാം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, ഈ വേരുകൾ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കഷായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ വേരുകൾ പാലിൽ ചതച്ച് അരച്ചിട്ട് നമുക്ക് കുടിക്കാം. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് ആയുർവേദ മരുന്നുകൾക്കൊക്കെ ഈ കുറുന്തോട്ടിയുടെ വേരൊക്കെ അധികവും ഇലകളെക്കാളും ഒക്കെ ഉപരിയായിട്ട് കുറുന്തോട്ടിയുടെ വേരുകളാണ് ആയുർവേദ മരുന്നുകളിലൊക്കെ അധികവും ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ, ഞാൻ എന്താണെങ്കിലും കുറച്ച് ഇലകൾ പറിച്ചെടുക്കാം കേട്ടോ. നമുക്ക് കുറുന്തോട്ടിയുടെ ഒരു
താളി ഉണ്ടാക്കാം. തലയിൽ താളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. തലയിൽ എല്ലാത്തിനും മുടി നല്ല തഴച്ച് വളരുന്നതിനും അതുപോലെ തന്നെ മുടിയിലുള്ള താരനും ഒക്കെ മാറി നല്ല ഉറക്കം കിട്ടാനുമൊക്കെ നല്ല ഈ കുറുന്തോട്ടിയുടെ താളി ഇട്ടാൽ മാത്രം മതി. അതുപോലെ ഇതിൻ്റെ ഇല ഉപയോഗിച്ച് നമുക്ക് എണ്ണയും കാച്ചാൽ, ഇല തണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് വെളിച്ചെണ്ണയിൽ എണ്ണ കാച്ചാം. പക്ഷെ ഇപ്പോൾ ഞാൻ ഈ ഒരു ഉണ്ടല്ലേ, ഈ ഒരു തണ്ട് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇലകൾ മാത്രമാണ് താളിക്ക് വേണ്ടി ഉപയോഗിച്ചത്. കണ്ടില്ലേ, ഇതിൻ്റെ വേര് ഇതിൻ്റെ വേരുകൾക്ക് ഒരു പ്രത്യേകതയാണ്. മറ്റുള്ള ചെടികളെക്കാളും ഒക്കെ ആയിട്ട് ഇതിൻ്റെ വേരുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്നൊരു പോസിറ്റീവ് മൈൻഡാണ് കേട്ടോ. ഈ വേരുകൾക്ക് അത്രയും നല്ലൊരു ശക്തിയാണ്. നമ്മുടെ എല്ലാ ശരീരത്തിലുള്ള എല്ലാ വേദനകളും ഈ വേര് ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിച്ചാലും മതി. അങ്ങനെ എന്താണ്, ഞാൻ കല്ലിലിട്ട് തന്നെയാണ് താളി റെഡിയാക്കുന്നത്. പണ്ടൊക്കെ ഇങ്ങനെയാണ് കേട്ടോ, കല്ലിലിട്ട്. നമുക്കെന്നാൽ മിക്സിൻ്റെ ജാറൊന്നും കഴുകി ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഇങ്ങനെ കല്ലിൽ നന്നായിട്ട് കുറച്ച് നേരം ഇട്ടിട്ട് എന്നിട്ട് നല്ലോണം താളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല കൊഴുപ്പാണ് കേട്ടോ ഈ കുറുന്തോട്ടിയുടെ താളി എന്ന് പറയുമ്പോൾ. നമ്മുടെ ചെമ്പരത്തി താളീനെ അത് സെയിം അതുപോലെ തന്നെ നല്ല കൊഴുപ്പായിട്ട് വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, എനിക്ക് ഇത്രയും താളി കിട്ടിയിട്ടുണ്ട്. ഇച്ചിരി കൂടുതൽ ഇല എടുത്തത് കൊണ്ടാണ് അത്രയും വെള്ളമായിട്ട് കിട്ടിയത്. കണ്ടില്ലേ, ഇതിൻ്റെ നല്ലൊരു കളർ കണ്ട, റെഡ് കളർ പോലെ നല്ല കളറ്. അപ്പം എന്തായാലും കല്ലിലിട്ട്, പണ്ടൊക്കെ ഇങ്ങനെ തന്നെയാണല്ലോ കല്ലിലിട്ട്. ഇനി നമുക്കിത് അരിക്കണം കേട്ടോ, നന്നായിട്ട് ഒരു തുണിയിലാക്കി അരിച്ച് നമുക്കിത് കുറച്ച്, അതായത് ഒരാഴ്ചയോളം നമുക്ക് വേണമെങ്കിൽ ഇത് കേടായി പോകാതിരിക്കാൻ വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കാം. ഇത് കണ്ടോ താളി. ഇനി അരച്ചാൽ ഇനിയും കിട്ടും, പക്ഷെ ഞാൻ ഇത്തിരി സമയം കുറവുള്ളത് കൊണ്ട് കണ്ടോ ഇത്രയും നല്ല താളി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരിക്കാം. ഓക്കെ, ഞാനിതിനെ അരിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ നല്ലൊരു താളി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു താളി ഉപയോഗിച്ചിട്ട് ഒന്ന് മുടി കഴുകി നോക്കൂ. മുടിക്ക് നല്ലൊരു എനർജിറ്റി വരും ഫസ്റ്റ്. അതുപോലെ തന്നെ നല്ലൊരു കുളിർമ വരും. അതുപോലെ ഉറക്കസുഖം കിട്ടും. പേന്, താരൻ എല്ലാം മാറും. അതുപോലെ തന്നെ താളി അധികം ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുപ്പിയിലിട്ട് ബോട്ടിലാക്കിയിട്ട് നല്ല കണ്ടെയ്നർ വെച്ച് അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചോളൂ, ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ വേരുകൾ കണ്ടോ, ഈ വേര് നല്ലോണം ചതച്ചിട്ട് കിഴി കെട്ടിയിട്ട് വെള്ളത്തിലിട്ട്, അതായത് 2-3 ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് അത് തിളപ്പിച്ച് കുറുക്കി കഴിക്കാം, ഉള്ളിലേക്ക് കഴിക്കാം. അതുപോലെ തന്നെ ഈ താളി വേരും നല്ലതാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ.